കടത്തിൽ മുങ്ങിയ ഒരു സ്വഹാബി ടെൻഷനായിട്ട് പള്ളിയിൽ കണ്ടപ്പോൾ മോനെ നീ സൂറത്തുൽ ഇഖ്ലാസ് വീട്ടിൽ കയറുമ്പോൾ ഓതിയാ മതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ ആ സ്വഹാബിയുടെ കടം വിചാരിക്കാത്ത മേഖലയിലൂടെ വീടിയതും ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാവുന്നതാണ്. സൂറത്തുൽ ഇഖ്ലാസ് വലിയ പവറുള്ള സൂറത്താണ്. ഒരു ഇഖ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതാൻ ഇപ്പം എന്താ പണിയുള്ളത്, എന്താ അധ്വാനം ഉള്ളത്? എല്ലാ ദിവസവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 20 എണ്ണം ഓതിയാലോ? എന്നാൽ 2 വീട് കിട്ടും. 30 എണ്ണം ഓതിയാലോ? അപ്പൊ തങ്ങൾക്ക് മനസ്സിലാവല്ലേ ഇത് ഗുണനപ്പട്ടിക 10 പഠിച്ചത് മുതലാക്കുന്ന ഇങ്ങനെ ചോദിക്കും. അപ്പൊ തങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, എത്രയാ ഓതുന്ന അതിനനുസരിച്ച് കിട്ടും. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കിതാബിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ സ്വർഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ്. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കിടെ ഇസ്മിൽ ഒരു പേര് തന്നെ അവലുമായി യദ്ഖുലുൽ ജന്ന എന്നൊരു പേരന്നുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫീ ശർഹി അസ്മാഇ സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ ഈ പേര് വിശദീകരിക്കുമ്പോൾ പറയാ, റസൂലുള്ള സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കും സ്വർഗത്തിലെത്താൻ എന്തെങ്കിലും വേണ്ടേ? അതിന് ഏറ്റവും എളുപ്പമാർഗമാണ് 10 ഇഖ്ലാസ് സൂറത്ത് എല്ലാ ദിവസവും ഓതല്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 10 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ ആകെ വേണ്ടത് 2 മിനിറ്റാണ്. ഒരു ദിവസം 86,400 സെക്കൻഡ് ഉണ്ട്. അതിന്റെ മലയാളമാണ് 24 മണിക്കൂർ എന്നുള്ളത്. അതിലാകെ 2 മിനിറ്റ് അല്ലേ വേണ്ടു. അത് നമുക്ക് ഓതിയാൽ ഒരു ഇഖ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതണം. സൂറത്തിൽ ഇഖ്ലാസ് കൂടുതൽ ഓതുന്ന മനുഷ്യൻ ആഖിറത്തിലെത്തിയാൽ അള്ളാഹു പറയും, ആ എന്നെ പുകഴ്ത്തിയ മനുഷ്യനല്ലേ, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളീ. നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്റെ അഹ്ലുകാരാവണം. അങ്ങനെ പറയാൻ കാരണം, ഒരാൾ സ്വന്തമായിട്ടോ ഇനി വേറൊരാൾക്ക് വേണ്ടിയിട്ടോ ഓതിയാൽ നരകം നിഷിദ്ധമാവുന്ന ഒരു കർമ്മമാണ് 70,000 തഹ്ലീൽ. അതിന് അൽ ഇത്വാഖത്തു സുഗ്റ എന്നാണ് അറിയപ്പെടുന്നത്. മരിച്ചുപോയ ഉപ്പാക്കായാലും ശരി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ 70,000 ആരോടും പറയാതെ സ്റ്റാറ്റസിലൊന്നും ഇടാണ്ട് നമ്മളങ്ങോട്ട് ചൊല്ലി തീർത്തു എങ്കിൽ നരകം ഹറാമാണ്, പിന്നെ നരകത്തേക്ക് പോവില്ല. ഈ ഓഫർ നമ്മൾ ഉപയോഗിക്കണം. ഇത് അൽ ഇത്വാഖത്തു സുഗ്റ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ അൽ ഇത്വാഖത്തുൽ കുബ്ര എന്ന് പറഞ്ഞിട്ട് ഇതിനേക്കാളും വലിയൊരു അമലുണ്ട്. അതേതാ? 1,00,000 ഇഖ്ലാസ് സൂറത്താണ്. 1,00,000 ഇഖ്ലാസ് സൂറത്ത് മരിച്ച ഉമ്മാക്കോ ഉപ്പാക്കോ ഇനി സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഓതിന്ന് കരുതുക എങ്കിൽ അയാൾ നരകത്തേക്ക് പോവില്ല. ഈ 1,00,000 ഇഖ്ലാസ് സൂറത്ത് നമ്മൾ ഓതണം. ആരും അറിയണ്ട. 1,00,000 ഇഖ്ലാസ് റമദാൻ കഴിയുമ്പോഴേക്ക് ഓതി തീർക്കും. എത്ര മഹാന്മാരുണ്ട്, ആയിരങ്ങളായ ഇഖ്ലാസ് സൂറത്ത് ഓതുന്ന മഹാന്മാർ. അബൂദർദാ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് ഇരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഇത് അബൂദർദാ അല്ലേ തങ്ങളെ? നിങ്ങൾക്ക് എങ്ങനെ അബൂദർദാനെ നബി എന്താ പറയണത്? മൂപ്പര് ഇവിടെ ഫേമസ് ആയതിനേക്കാൾ ആകാശലോകത്ത് വെൽ നോൺ ഫേമസ് ആണ് മൂപ്പര്. അതെങ്ങനെ? മൂപ്പര് ഇഖ്ലാസ് സൂറത്തിന്റെ ആളാ. മൂപ്പര് ഇഖ്ലാസ് സൂറത്തിന്റെ ആളാണ്. തബൂക്കിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോ കാർമേഘം പോലെ, മഴക്കാലൊന്നുമല്ല എന്നാലും ഒരു സൂര്യന് പ്രകാശം കുറവ് പോലെ, പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട്, എന്താ ജിബ്രീൽ ഇന്നൊരു പ്രകാശത്തിനൊരു കുറവ്? അദ്ദുറുൽ മൻസൂറിലുണ്ട്. എന്താ കുറവ്? അതിനബിയെ മദീനയിൽ എന്താ സംഭവം? എന്താ? 70,000 മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാ 70,000 മലക്കുകൾ ഇറങ്ങിയേക്കുന്നത്? ആ മലക്കുകൾ ഇറങ്ങിയോണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റ് അവരുടെ ചിറകിന് തട്ടിയിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വരുന്നില്ല എന്നുള്ളിടത്തോളം. എന്താ ഈ മലക്കുകളുടെ ഇറക്കത്തിന്റെ താല്പര്യം? എന്തേ? അത് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ഓരോ ജനാസയിൽ പങ്കെടുക്കാനാണ്, തങ്ങളെയും കൂട്ടാനാ ഞാൻ വന്നത്. അതെന്താ? മൂപ്പർക്ക് എന്താ പ്രത്യേകത? കാന യഖറഉ സൂറത്തുൽ ഇഖ്ലാസി ഖായിമൻ വ ഖായിദ. ആ സഹാബി ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ ഒക്കെ മൂപ്പര് വായിലെപ്പോഴും സൂറത്തുൽ ഇഖ്ലാസാ. ആ സൂറത്തുൽ ഇഖ്ലാസിന്റെ ബർക്കത്തുകൊണ്ട് 70,000 മലക്കൾ അല്ലാഹു ഇറക്കി. ഒരു മലക്ക് ഒരാളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചാൽ തന്നെ, ഒരാൾക്ക് ദ്വാരം കൊടുത്താൽ തന്നെ അയാൾക്ക് സ്വർഗ്ഗമല്ലേ?
വദുആഉൽ മലായികത്തി മർജുവൻ ലിൽ ഇജാബ ലിഖൗലിഹി തആല വലാ യശ്ഫഉ ഇൻദഹു ഇല്ലാ ലിമൻ ഇർതളാ എന്നല്ലേ. ഒരു മലക്ക് ദ്വാരുന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ. ഇത് 70,000 മലക്ക്. നമ്മളൊക്കെ സൂറത്തുൽ ഇഖ്ലാസിന്റെ ആളാവണം. മസ്ജിദ് ഖുബായിലെ ഒരു ഇമാമിനെ കുറിച്ച് പരാതി, നബിയെ ഈ ഇമാം ഉണ്ടല്ലോ മൂപ്പര് ഏത് സൂറത്ത് ഓതിയാലും എക്സ്ട്രാ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിളിച്ചിട്ട് വെച്ച് നിങ്ങളെന്താ അങ്ങനെ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ എക്സ്ട്രാ ഓതണത്? നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത്രക്കും ഇഷ്ടമാണ് ഇഖ്ലാസ് സൂറത്ത്. ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, നിനക്ക് ആ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള ഇഷ്ടം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് സൂറത്തുൽ ഇഖ്ലാസിന്റെ അഹലുകാരാവാൻ കഴിയണം. 1,00,000 ഇഖ്ലാസ് സൂറത്ത് മരിക്കണതിനും ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.